നമസ്കാരം. 16-ാം നിയമസഭയിലേക്കുള്ള വോട്ടിംഗ് പുരോഗമിക്കുകയാണ്. ഈ കനത്ത ചൂടിനിടയിലും കനത്ത പോളിംഗ് ആയിട്ട് തന്നെ ഇന്ന് പുലർച്ചെ ഈ സമയം വരെ ഏകദേശം 30-35% വോട്ടിംഗ് പൂർത്തിയായി കഴിഞ്ഞു. ഇനിയും വോട്ടിംഗ് തിരക്കേറും. ഇത്തവണ നല്ല രീതിയിൽ ഒരു കനത്ത പോളിംഗ് തന്നെ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും SIRന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണിത്. അതുകൊണ്ട് തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വോട്ടർ പട്ടികയാണ് ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ജനങ്ങൾ വോട്ട് ചെയ്യാനെത്തിയിരിക്കുന്നത്. ഈ ചൂടിനിടയിലും നമുക്ക് ഇത്രയധികം പോളിംഗ് ഉണ്ടായിരിക്കുന്നത് ഒരു വലിയ ഒരു ആശ്വാസകരമായൊരു കാര്യമാണ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അതായത് അവരുടെ സമ്മതിദാനാവകാശം ഏത് പ്രതിസന്ധി ഘട്ടത്തിലും നിറവേറ്റും എന്നതിൻ്റെ ഒരു പ്രതിജ്ഞയുടെ ഒരു ഭാഗം കൂടിയാണ് നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നത്. എന്തായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. പല പ്രമുഖ മുന്നണികൾ പോലും അപ്രത്യക്ഷമാകാനുള്ള സാധ്യതകൾ വരെ കൽപ്പിക്കുന്ന തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. കാരണം അടുത്ത ഇനി 17-ാം നിയമസഭയിൽ ചിലപ്പോൾ ചില മുന്നണികളൊന്നും കാണാൻ സാധ്യതയില്ല. അത്തരത്തിലേക്കുള്ള ഒരു ചരിത്രപരമായൊരു തെരഞ്ഞെടുപ്പിന് കൂടിയാണ് ഇന്നിപ്പോൾ കേരളം സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചറിയാം. അവർക്ക് എങ്ങനെയാണ് അവരുടെ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്, എന്താണ് ഈ ഒരു കാലാവസ്ഥാപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. പൊതുവിൽ അറിയാൻ പറ്റില്ല, ഒരു ത്രികോണ മത്സരമാണ്, അതുകൊണ്ട് ഒന്നും ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് ഒരു കാലാവസ്ഥയും മറ്റു കാര്യങ്ങളൊക്കെ? വീട്ടിൽ നിന്ന് എല്ലാവരും വോട്ട് ചെയ്യാൻ പറ്റിയിരുന്നു? ഞാനും അമ്മയും സഹോദരിയുണ്ട്. സഹോദരി നേരത്തെ വോട്ട് ചെയ്തു, ഞാനും അമ്മയും വോട്ട് ചെയ്യാൻ നിൽക്കുന്നു. ഈ പ്രതികൂല കാലാവസ്ഥയിൽ നല്ലൊരു പോളിംഗ് ആണ് ഇപ്പോൾ രേഖപ്പെടുത്തുന്നതെന്നാണ് പറയുന്നത്. യുവാക്കളുടെ ഒരു നല്ല പ്രതികരണം ഈ തെരഞ്ഞെടുപ്പുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് എങ്ങനെയാണ് അതൊരു പ്രേരണ എല്ലാവർക്കും ഇപ്പോൾ തിരിച്ചറിയാനുള്ള ഒരു എബിലിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ആൾക്കാർ തന്നെ വോട്ട് ചെയ്യും. SIRന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്. അതായത് വോട്ടർ പട്ടിക കുറച്ചുകൂടെ ക്ലീനായി മാറിയിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പോട് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഡെപ്യൂട്ടി മേയർ ശ്രീ ആശാനാഥ് വോട്ട് ചെയ്യാനെത്തിയിരിക്കുകയാണ്. ആശാനാഥിൻ്റെ സ്വന്തം വാർഡാണിത്. സർക്കാർ വനിതാ പോളിടെക്നിക്കിലാണ് ആശാനാഥ് വോട്ട് രേഖപ്പെടുത്താനെത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ കാഴ്ചകളാണിപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത്. വോട്ട് രേഖപ്പെടുത്തി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, ചൂട് ഭയങ്കര ചൂടല്ലേ. വെള്ളത്തിന് കുഴപ്പമില്ലാതെ പോകുന്നു. ഇതെൻ്റെ മോൾ ആദ്യത്തെ വോട്ടാണ്, കന്നി വോട്ടാണ്. ആദ്യത്തെ വോട്ടാണ്. എങ്ങനെയുണ്ടായിരുന്നു ആദ്യത്തെ വോട്ട്? ഇതൊക്കെ സെൽഫി എടുത്ത് പൊതുവെ ചൂട് കൂടുതലുണ്ടായിരിക്കും. രാവിലത്തെ തിരക്ക് കൂടുതലാണ് അല്ലേ? നല്ല തിരക്കുണ്ടായിരുന്നില്ലേ? അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഓടാൻ പോവാണ്. നല്ല ചൂട് അല്ലേ? അതെ. എന്തായാലും ഈ ചൂടിനിടയിലും ഈ പ്രതികൂല കാലാവസ്ഥയിലും നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്താണ് ഇവിടുത്തെ ഒരു പൊതുവെ സാഹചര്യം? പൊതുവേ ഇവിടെ എല്ലാ പ്രാവശ്യവും നല്ല തിരക്കാണ്. അത്യാവശ്യം എല്ലാ ആൾക്കാരും വന്ന് വോട്ട് ചെയ്യാറുണ്ട്. പ്രാവശ്യം ഞങ്ങളും എല്ലാ പ്രാവശ്യത്തെയും പോലെ കൃത്യസമയത്ത് വന്ന് ഞങ്ങളുടെ വോട്ടവകാശം രേഖപ്പെടുത്തുന്നു. വോട്ട് രേഖപ്പെടുത്തി. 100% വിജയ പ്രതീക്ഷയുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ കാരണം നമ്മൾ ഓരോ ബൂത്ത് ഇപ്പം രാവിലെ എല്ലാ ബൂത്തുകളിലും ഒന്ന് സന്ദർശിച്ചു. അപ്പോൾ നല്ല പോളിംഗ് ഇപ്പോൾ നേരത്തെക്കാളും കുറച്ച് മെച്ചമാണ് നമ്മുടെ വാർഡിലൊക്കെ. അപ്പോൾ എല്ലാവരും കാരണം ഒരു മാറ്റം ആഗ്രഹിക്കുന്നു, അതിൻ്റെ സൂചന തന്നെയാണ്. നമ്മൾ ഇലക്ഷൻ വർക്കിന് ഇറങ്ങിയപ്പോഴും എല്ലാവരും പറഞ്ഞു ഒരു മാറ്റം എല്ലാവരും പ്രതീക്ഷിക്കുന്നു ഞങ്ങളിലൂടെ. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്കെല്ലാവർക്കും നല്ല പ്രതീക്ഷയുണ്ട്. അതെ പണ്ടൊക്കെ ഞങ്ങൾ കോർപ്പറേഷൻ ഇലക്ഷന് തന്നെ ഒരു വ്യക്തിക്ക് തന്നെ ഇപ്പോൾ നമ്മുടെ വാർഡിലുണ്ടെങ്കിൽ വേറൊരു പഞ്ചായത്തിലും മറ്റു വാർഡുകളിലുമുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല. അന്ന് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഒരു പ്രതീക്ഷ കൂടുകയാണ്. കാരണം കള്ള വോട്ടുകളുടെ ഇത് കുറയും. കാരണം കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ തന്നെ പലതവണ ഞങ്ങൾ കണ്ടുപിടിച്ചിട്ട് പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. അത് വ്യക്തമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരു സേഫ് സോണാണെന്ന് തന്നെ പറയാം. പല മാറ്റങ്ങളും സംഭവിക്കാൻ സാധ്യതയെന്നാണ്. അതെ.
തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എല്ലാവരും ജനങ്ങളെല്ലാം കേരളത്തിലെ ജനത ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യ പടിയാണ് ഈ ഒരു നമ്മുടെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരുന്നു എൻ്റെ ആദ്യ പടി. അത് നമ്മൾ വിജയിച്ചു. ഇനി അടുത്ത ബാക്കി ഫൈനൽസ് ഇതാണ് നമ്മുടെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അത് തീർച്ചയായിട്ടും നമ്മൾ നല്ല ഭാരതീയ ജനതാ പാർട്ടി നല്ലൊരു മുന്നേറ്റം തന്നെ ഉണ്ടാകും. അത് യാതൊരു സംശയവും. ഒരു മഹാവിജയം അതിനുശേഷം അതെ, നഗരസഭാ വിജയം നമുക്കൊരു സെമി ഫൈനലായിരുന്നു. ഇതാണ് ഫൈനൽ. തീർച്ചയായിട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ നല്ല മുന്നേറ്റം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം NDA സഖ്യം ഉണ്ടാക്കുമെന്നുള്ള യാതൊരു സംശയവുമില്ല. പാലക്കാട് ഉൾപ്പെടെ ചില വിവാദങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. കിറ്റ് വിവാദങ്ങൾ ഉൾപ്പെടെയുണ്ട്. അത് BJPയുടെ വോട്ടിങ്ങിനെ ബാധിക്കും, എങ്ങനെയാണ്? അതിൻ്റെ വിശദീകരണമൊക്കെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായാലും അവിടുത്തെ സംസ്ഥാന ജില്ലാ അധ്യക്ഷനൊക്കെ തന്നെ വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചു. അതെന്താണെന്നൊക്കെ തന്നെ അതൊരിക്കലും വോട്ടിങ്ങിനെ ബാധിക്കില്ല. കാരണം നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ നമ്മുടെ സ്ഥാനാർത്ഥിയും ഒക്കെ തന്നെ സൂചിപ്പിച്ചിരുന്നു. പിന്നെ ഈ ഇലക്ഷൻ സമയത്ത് പല പല വിവാദങ്ങളും പല പല വിഷയങ്ങളൊക്കെ തന്നെ ഓരോ സ്ഥാനാർത്ഥിയും കേന്ദ്രീകരിച്ച് കൊണ്ടുവരുന്നത് സ്വാഭാവികമാണ്. അതൊന്നും നമ്മുടെ വോട്ടിങ്ങിനെ ബാധിക്കില്ല. അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് നമുക്ക് മനസ്സിലായ കാര്യം തന്നെ. തീർച്ചയായിട്ടും അതൊരു വിഷയമേ അല്ല എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. വോട്ടിടാൻ പോവുകയാണ്. അറിയാൻ വയ്യ. എന്തായാലും 3 പേരും തുല്യരായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ആർക്കാണെന്നുള്ളത് ഇനിയിപ്പോൾ നമുക്ക് ആളുകളുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്. വോട്ട് ചെയ്തായിരുന്നു. പൊതുവിൽ നമുക്കിങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പാടില്ല. എന്നാലും നമ്മുടെ സ്ഥാനാർത്ഥി ജയിക്കും, ഉറപ്പാണ്. ഔട്ട് ഏജന്റ്. എങ്ങനെയുണ്ട് പൊതുവിൽ ചൂടൊക്കെ? ചൂട് ഭയങ്കര ചൂട്. ഇവിടെ അതിനനുസരിച്ചുള്ള 3 പാർട്ടിയും ഒരുപോലെ ഇരിക്കുന്നത്. വെള്ളത്തിന്റെ സൗകര്യമൊക്കെ എല്ലാം ഉണ്ട്. എല്ലാ സൗകര്യവും ഉണ്ട്. ഇവിടെ എങ്ങനെയാ പൊതുവിൽ നല്ല സാഹചര്യം, നല്ല തിരക്കായിരുന്നു? നല്ല സാഹചര്യം എന്ന് വെച്ചാൽ ചൂടിൻ്റെയൊക്കെ ഒരു ധാരാളത്തെ കാരണം, ചൂട് കാരണമായിരിക്കുമല്ലേ രാവിലെ തന്നെ നല്ല പോളിംഗ് ഉണ്ട്. അത് ഇവിടെ മറ്റേ 152 ഈ മിഷ്യന് ചെറിയ തകരാറ് വന്നു. അങ്ങനെ ഇത്തിരി മിഷൻ തകരാറുണ്ട്. 1 മണിക്കൂറോളം നിർത്തി വയ്ക്കേണ്ടി അതെ അതെ അതെ. അതുകൊണ്ടാണ് ഇത്ര. അതെ. പിന്നെ അതിന് ശേഷം എല്ലാം മാറി. തീർച്ചയായിട്ടും അത് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ സൂചിപ്പിച്ചു. ഇത് ഇലക്ഷൻ സമയത്ത് ഉണ്ടാവുന്ന ഒരു ഇതാണ്. നമ്മുടെ സംസ്ഥാന അധ്യക്ഷന് നേരെ ഇലക്ഷൻ സമയത്തല്ല, അതിന് മുന്നേയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ ഇതുപോലെ പല വിവാദങ്ങളും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അപ്പാടെ ജനങ്ങൾ തള്ളിക്കളഞ്ഞാണ് ഇത്രയും നല്ല വോട്ടിംഗ് ശതമാനം നമുക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരാൻ സാധിച്ചു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു തെരഞ്ഞെടുപ്പ്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാക്കി. ഈ വിവാദങ്ങളൊക്കെ തന്നെ ജനങ്ങൾ വളരെയധികം പുച്ഛത്തോടു കൂടി തന്നെയാണ് കാണുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. ഈ ഒരു വിവാദങ്ങൾ വന്ന ശേഷം തന്നെ നമ്മൾ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വീടുകളിലൊക്കെ തന്നെ ഇറങ്ങുമ്പോൾ അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അവർ തന്നെ പറയുന്നു, ഞങ്ങളോട് ഇങ്ങോട്ട് പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളൊരു മാറ്റം കൊണ്ടുവരും, അല്ലെങ്കിൽ നിങ്ങൾ വിജയിക്കുമെന്ന് അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇങ്ങനെ ഓരോ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് തന്നെയാണ് ജനങ്ങൾ പറയുന്നത്. മണ്ഡലങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞാണ് എത്രത്തോളം സീറ്റുകൾ നേടുമെന്നാണ്? സീറ്റുകൾ നല്ല മുന്നേറ്റം ഉണ്ടാകും. ഞങ്ങൾ തിരുവനന്തപുരത്തെ 4 മണ്ഡലം, തിരുവനന്തപുരം ജില്ലയിലെ 4 നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ ശക്തമായി ഞങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. കാരണം നമ്മൾ ഓരോ സ്ഥലത്ത് ഇറങ്ങിയപ്പോഴും അവർ പറയുന്നത്, നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അവരൊക്കെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ തിരുവനന്തപുരം നിയോജക മണ്ഡലമായാലും നേമം നിയോജക മണ്ഡലമായാലും വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമായാലും കഴക്കൂട്ടം നിയോജക മണ്ഡലമായാലും ഒക്കെ തന്നെ നമ്മളുടെ MLA തന്നെ വരുമെന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും ശുഭപ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ SIR കുറേ പേർക്ക് വോട്ട് ഇല്ലാത്ത ഒരു സാഹചര്യം. അപ്പം നമ്മുടെയൊക്കെ ബൂത്തിൽ പല ബൂത്തുകളും 1200 വോട്ടുള്ള സ്ഥലത്ത് ഇപ്പോൾ 890, 900 വോട്ടൊക്കെയാണ് പല സ്ഥലത്തുമുള്ളത്. അപ്പോൾ വോട്ട് പല സ്ഥലത്തും കുറവുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് അത്രത്തോളം പ്രതീക്ഷ, എന്നാലും നമ്മൾ നല്ല രീതിയിലുള്ള ഭൂരിപക്ഷം നേടി വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് പ്രതീക്ഷ. അതെ, അതിനുള്ള അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പലരും വോട്ട് ചെയ്യാൻ മടിച്ച് പല സമയത്ത്, ഈ ഇലക്ഷനല്ല മുമ്പ് പല ഇലക്ഷനും നമുക്ക് വോട്ട് ചെയ്യാൻ മടിച്ച് പലരും വീട്ടിൽ ഇരിക്കാറുണ്ട്, നമുക്ക് താല്പര്യമില്ല എന്ന രീതിയിൽ. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലാവർക്കും താല്പര്യത്തോടു കൂടി തന്നെ ഇങ്ങോട്ട് വരുന്നുണ്ട്. സുഖമില്ലാത്തവരെയും ഒക്കെ തന്നെ നമ്മൾ പോയി കണ്ട് അവർ വരുന്നുണ്ട്. കാരണം അവർ തന്നെ നിങ്ങൾ വരേണ്ട കാര്യമില്ല, ഞങ്ങൾ വന്നോളാമെന്ന് പറഞ്ഞിട്ട് പലരും ഇങ്ങോട്ട് താല്പര്യപ്പെട്ട് തന്നെ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം പോളിംഗ് ശതമാനം കൂടും തന്നെയാണ് പ്രതീക്ഷ. അപ്പോൾ നമ്മൾ പ്രതികരണം കേട്ടത് ഡെപ്യൂട്ടി മേയർ ശ്രീ ആശാനാഥിൻ്റെയാണ്. വളരെ കോൺഫിഡൻസിലാണ് തിരുവനന്തപുരത്തെ 4 സീറ്റുകളും BJP ഇക്കുറി നേടും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. എന്തായാലും വലിയ മത്സരം തന്നെയാണ് തിരുവനന്തപുരത്ത് ഇക്കുറി നടക്കുന്നത് എന്ന് പറയാം. അത്തരത്തിൽ ഒരുപാട് സാധ്യതകളുള്ള വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് കേരളത്തിലെ 16ാം നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ മുൻ സൂചിപ്പിച്ചതുപോലെ ഒരു മുന്നണി തന്നെ ഈ തിരഞ്ഞെടുപ്പോടുകൂടി ഒലിച്ചു പോകാനുള്ള സാധ്യതകൾ പോലും കൽപ്പിക്കപ്പെടും.
പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പോടുകൂടി. എന്തായാലും നല്ല പോളിംഗാണ് ഇതുവരെയും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏകദേശം 40% പോളിംഗ് എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. ഒരു തരത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന നേമത്തെ പാപ്പനംകോട് വനിതാ പോളിടെക്നിക്കിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് ശ്രീ ആശാനാഥ് വോട്ട് ചെയ്യാൻ വേണ്ടി അല്പസമയത്തിന് മുന്നേ ഇവിടെ എത്തിച്ചേർന്നത്. എന്തായാലും അവരുടെ ഒരു പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് തന്നെയാണ് ഇവിടെ എത്തുന്നത്. വലിയ നല്ല സൗകര്യങ്ങളാണ് ഈ പോളിംഗ് ബൂത്തിൻ്റെ ഇവിടുത്തെ ഒരു പോളിംഗ് സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു നാച്ചുറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രകൃതി സൗഹൃദത്തോടു കൂടിയുള്ള ഒരു പോളിംഗ് ബൂത്തുകളാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ ചിലപ്പോൾ വല്ലങ്ങളും ഒക്കെ കാണാം. അതായത് നമ്മൾ ഈ ഡസ്റ്റ്ബിന്നിന് പകരം വല്ലത്തിലാണ് ഈ മാലിന്യമൊക്കെ നിക്ഷേപിക്കുന്നത്. അത്തരത്തിൽ വളരെ പ്രകൃതി സൗഹൃദം തികഞ്ഞു നിൽക്കുന്ന ഒരു പോളിംഗ് സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത്. അത്തരത്തിൽ നല്ല ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ പാപ്പനംകോട് വനിതാ പോളിടെക്നിക്കിലുള്ളത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പോടുകൂടി വളരെ നിർണായകമായ ഒരു മാറ്റം കേരളത്തിൻ്റെ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ സംഭവിക്കുമെന്ന തരത്തിലാണ്. വലിയ വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. SDP ഒരു സാന്നിധ്യം, SDP ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസിനും ചില മണ്ഡലങ്ങളിൽ LDFനും ഒക്കെ പിന്തുണ കൊടുക്കുന്നു. ഈ നിയമത്തെ SDP CPMനാണ് പിന്തുണ കൊടുത്തിരിക്കുന്നത്. CPMൻ്റെ സ്ഥാനാർത്ഥി, അതായത് LDFൻ്റെ സ്ഥാനാർത്ഥിയായ ശ്രീ ശിവൻകുട്ടിക്കാണ് ഇവിടെ അവർ പിന്തുണ കൊടുത്തിരിക്കുന്നത്. അത്തരത്തിൽ വലിയ വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്ന തരത്തിൽ ചില PR ടീമുകളുടെ കളികളൊക്കെ ഇതിൻ്റെ ഇടയിൽ നടക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളുണ്ട്. അത്തരത്തിലുള്ള PR ടീമിൻ്റെ കളികളുടെ ഭാഗമായിട്ട് ചിലപ്പോൾ ചില സാറ്റലൈറ്റ് മീഡിയകൾ പോലും ഉൾപ്പെടുത്തുന്ന തരത്തിലുള്ള ചില ജനാധിപത്യത്തിന് ഒട്ടും ആശാസ്യകരമല്ലാത്ത രീതിയിലുള്ള പ്രവണതകൾ കൂടി ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ കഴിയും. അതാണ് പാലക്കാടൊക്കെ നമ്മൾ കണ്ടത് എന്നുള്ള തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. ചില ചാനലുകൾ പോലും അവരുടെ ഒരു PR വർക്കുകൾ ഒരു കാരണവശാലും ഒരു മാധ്യമം ഏറ്റെടുക്കാൻ പാടില്ല. നിഷ്പക്ഷമായി നിൽക്കേണ്ട മാധ്യമങ്ങൾ പോലും ഇത്തരത്തിൽ ജനാധിപത്യ വിരുദ്ധമായിട്ട് ഉള്ള കാര്യങ്ങൾ ചെയ്തു പോലും വരുന്ന തരത്തിലുള്ളൊരു തെരഞ്ഞെടുപ്പും കൂടിയാണ്. എന്തായാലും ജനാധിപത്യവും അല്ലെങ്കിൽ ജനാധിപത്യ വിരുദ്ധതയും തമ്മിലുള്ളൊരു മത്സരവും കൂടിയായി മാറാനുള്ള സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ പറ്റും. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം ഇതിൻ്റെ വിധി. നമുക്ക് മെയ് 4 മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. എന്തായാലും ഒരു നല്ല പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. SIRന് ശേഷമുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു വോട്ടർ പട്ടികയിൽ നിന്നുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. എന്തായാലും വലിയ വിജയപ്രതീക്ഷയിലാണ് ഇക്കുറി ആശാനാഥ് NDA എന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ത്രികോണ പോര് നടക്കുന്ന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുള്ളത്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ് നേമം. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രേക്ഷകരെ അറിയിക്കുന്നതായിരിക്കും. ക്യാമറാമാൻ ശ്രീ ഹരിപ്രസാദിനൊപ്പം ഹരികൃഷ്ണൻ, തത്വമയി ന്യൂസ്.